Hello guys, I am Atman and welcome back to my channel Superness. Tamil Superness or Super Heroes. സൂപ്പർനെസ്സിൻ്റെ വേണ്ടിയിട്ട് പുതിയ മാർവൽ സ്റ്റോറിയിലേക്ക് എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ TV സീരീസ് ആയിട്ടുള്ള യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ഈ വരുന്ന 29-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു സീരീസ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്കറിയാം, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വളരെ നേരത്തെ, കാരണം ഞാനൊരു ചെറിയ യാത്ര പോവുകയാണ് ഗൈസ്. സോ യാത്രയെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. സോ എന്തൊക്കെ തന്നെയായാലും നമുക്ക് നേരെ വീഡിയോ കേൾക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. സോ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഈ ഒരു സീരീസ് വന്നിട്ട് ഈ ഒരു സീരീസ് വന്നിട്ട് ഫുള്ളി ആനിമേറ്റഡ് ആണ്. സോ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞത് ഫുള്ളി ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസാണ്. ടോം ഹോളണ്ട് അല്ല സ്പൈഡർമാന് വോയിസ് കൊടുക്കുന്നത്, അതായത് പീറ്റർ പാർക്കറിന് വോയിസ് കൊടുക്കുന്നത്. സോ ഇത് നമുക്ക് അറിയാവുന്നിടത്തോളം വെച്ച് ഈ ഒരു ഷോ വന്നിട്ട് പീറ്റർ പാർക്കർ വന്നിട്ട് തൻ്റെ അങ്കിൾ ബെന്നിനോടൊപ്പം അതുപോലെ തന്നെ ആൻറ്റി മെയ്യോടൊപ്പം താമസിക്കുന്ന ഒരു പീറ്റർ പാർക്കർ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത് മാത്രമല്ല, ഈ ഒരു സീരീസ് മാർവൽ MCUവിൽ തന്നെ നടക്കുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ MCUയുടെ ഫേസ് വൈയിലെ പാട്ടാണ് ഈ ഒരു ഷോ. അത് മാത്രമല്ല, ഈ ഒരു ഷോയുടെ തന്നെ ഒരു വൺ ഓഫ് ദ ക്രിയേറ്റേഴ്സ് പറഞ്ഞതാണ്, അതായത് ഈ ഷോ വന്നിട്ട് നടക്കുന്നത് ഒരു സിസ്റ്റർ ടൈം ലൈനിലാണ്, അതായത് സിവിൽ വാറൊക്കെ നടന്നതിന് ശേഷം ഉള്ളൊരു സംഭവമാണ്. സോ സിവിൽ വാറിൻ്റെ കുറച്ച് ഗ്ലിംസൊക്കെ നമ്മളിതിൽ കണ്ടതാണ്. സോ എന്തൊക്കെ തന്നെയായാലും 10 എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത്. ഈ ഒരു സീരീസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു സോഫോമോർ അല്ലെങ്കിൽ ഒരു ഫ്രഷ്മെൻ ആയിട്ടുള്ള, അതായത് സോഫോമോർ അല്ല, അതായത് ഫ്രഷ്മെൻ ആയിട്ടുള്ള പുതിയതായിട്ട് ഒരു കോളേജിലോട്ട് അല്ലെങ്കിൽ ഹൈസ്കൂളിലേക്ക് വരുന്ന പീറ്റർ പാർക്കറിൻ്റെ ഒരു സ്റ്റോറി, ഒരു ടീനേജ് സ്റ്റോറി. 15 വയസ്സാണ് പീറ്റർ പാർക്കറിൻ്റെ അപ്പം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പീറ്റർ പാർക്കറിൻ്റെ ഒരു സ്റ്റോറി ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വില്ലൻസിനൊക്കെ കാണുന്നതായിരിക്കും. നോർമൻ ഓസ്ബോണിനൊക്കെ ഓഫ് കോഴ്സ് കൺഫേംഡ് ആണ്. ഇതിൽ വെനം വരും എന്ന ഒരു തിയറി ഉണ്ട്. അത് എത്രത്തോളം കറക്റ്റാവുമെന്ന് അറിയത്തില്ല. പക്ഷേ MCUവിൽ നടക്കുന്ന ആദ്യത്തെ ഒരു സ്പൈഡർമാൻ ഷോ ആണിത്. സോ എല്ലാവരും ആണ്. ഈ ഒരു ഷോയുടെ ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്ക് എക്സാംസ് ആയിരുന്നു. എന്തൊക്കെ തന്നെയാലും ഈ ഒരു ഷോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആനിമേഷൻ സ്റ്റൈലാണ് പിടിച്ചു വച്ചിരിക്കുന്നത്. സോ നമുക്കിനി ഇതിൻ്റെ എപ്പിസോഡ്സ് നോക്കാം. സോ ആസ് എ സെഡ് ബിഫോർ, ജനുവരി 29-നാണ് ആദ്യത്തെ 2 എപ്പിസോഡ് ഇറങ്ങാൻ പോകുന്നത്. സീസൺ പ്രീമിയർ എന്നാണ്. ജനുവരി 29-ാം തീയതി പുറത്തിറങ്ങുന്ന ആദ്യത്തെ എപ്പിസോഡിൻ്റെ പേര് അമേസിംഗ് ഫാൻറ്റസി എന്നാണ്. സോ അമേസിംഗ് ഫാൻറ്റസി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ സ്പൈഡർമാനെ ഒറിജിനായിട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സ്പൈഡർമാൻ ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത് അമേസിംഗ് ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു കോമിക് ബുക്കിലൂടെയാണ്. സോ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുന്നത് നന്നായിരിക്കും. ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പൈഡർമാൻ്റെ ഒറിജിൻ പറഞ്ഞു പോകുന്ന ഒരു കോമിക്കാണത്. സോ കമ്മിങ് ടു ദ സെക്കൻഡ് എപ്പിസോഡ്, ദ പാർക്കർ ലക്ക് എന്നാണ് ആ എപ്പിസോഡിൻ്റെ പേര്. ആ എപ്പിസോഡിൻ്റെ പാർക്കർ ലക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പീറ്റർ പാർക്കറിന് പവേഴ്സ് കിട്ടിയതിന് ശേഷം പീറ്റർ പാർക്കറിൻ്റെ ആ ഒരു ലൈഫായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഫെബ്രുവരി 5-ാം തീയതിയാണ് അടുത്ത എപ്പിസോഡ്സ് വരുന്നത്. എപ്പിസോഡ് 3, 4, 5 അങ്ങനെ 3 എപ്പിസോഡുകൾ ഫെബ്രുവരി 5-ാം തീയതി വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന 3-ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് സീക്രട്ട് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നാണ് ആ എപ്പിസോഡിൻ്റെ പേര്. ആ എപ്പിസോഡ് വന്നിട്ട് ആസ് ഐ സെഡ് ബിഫോർ, പീറ്റർ പാർക്കറിന് പവേഴ്സ് കിട്ടി, തൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് അറിയാതെ ഇരിക്കാനുള്ള പീറ്ററിൻ്റെ തത്രപ്പാടുകളായിരിക്കും ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. ആൻഡ് എപ്പിസോഡ് 4-നെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിറ്റിംഗ് ദ ബിഗ് ടൈം എന്നാണ് ആ ഒരു ഇതിൻ്റെ പേര്, ആ ഒരു എപ്പിസോഡിൻ്റെ പേര്, എപ്പിസോഡ് 4-ൻ്റെ. സോ ഹിറ്റിംഗ് ദ ബിഗ് ടൈം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പീറ്റർ പാർക്കർ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡായി സ്പൈഡർമാൻ ആയി ആവുന്നതായിരിക്കാം. അതൊന്നും ഞാൻ എൻ്റെ ഒരു ഗസ് തിയറി മാത്രമാണ് ഗൈസ് പറഞ്ഞു പോകുന്നത്. പിന്നെ എപ്പിസോഡ് 5 വന്നിട്ട് ദ യൂണിക്കോൺ അൺലീഷ്ഡ് എന്നാണ് ആ ഒരു എപ്പിസോഡിൻ്റെ പേര്. അത് എന്തെങ്കിലും വില്ലൻസുമായിട്ടുള്ള എന്തെങ്കിലും ഇതായിരിക്കാം. പിന്നെ ഫെബ്രുവരി
ഫെബ്രുവരി 12 3 എപ്പിസോഡ്സ് വരുന്നുണ്ട്. എപ്പിസോഡ് 6, 7, 8. എപ്പിസോഡ് 6 വന്നിട്ട് ഡ്യുവൽ വിത്ത് ദ ഡെവിൾ. ഈ ഒരു എപ്പിസോഡിൽ ചിലപ്പോൾ ഡെയർ ഡെവിളൊക്കെ വന്നേക്കാം, കാരണം ഡെയർ ഡെവിൾ MCUലോട്ട് വരുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സോ എന്തായാലും ഡ്യുവൽ വിത്ത് ദ ഡെവിൾ അത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും വില്ലൻസുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കണം, ഭയങ്കര ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു എപ്പിസോഡാവണം. പിന്നെ നമ്മൾ കാണുന്നത് എപ്പിസോഡ് 7 ആണ്. എപ്പിസോഡ് 7 സ്കോർപ്പിയോൺ റൈസിംഗ് എന്നാണ് ആ എപ്പിസോഡിൻ്റെ പേര്. സോ ആ എപ്പിസോഡിൻ്റെ പേര് വന്നിട്ട് സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞാൽ സ്കോർപ്പിയോൺ വില്ലൻ്റെതാവണം. പിന്നീട് എപ്പിസോഡ് 8 ടാങ്കിൾഡ് വെബ്. എൻ്റെ ഒരു തിയറി അനുസരിച്ച് പീറ്റർ പാർക്കർ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ പീറ്റർ പാർക്കറിൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു സംഭവം ടാങ്കിൾഡ് എന്ന് വെച്ചാൽ ഒരു മിക്സഡ് അപ്പായിട്ടുള്ളൊരു വല്ലാത്തൊരു സംഭവമാണ് അതിൻ്റെ അർത്ഥം. സോ പീറ്റർ പാർക്കർ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നതാവാം ടാങ്കിൾഡ് വെബിൻ്റെ അർത്ഥം. അതിന് ഫെബ്രുവരി 19 ഇതിൻ്റെ സീസൺ ഫിനാലെ. അത് 2 എപ്പിസോഡുകളാണുള്ളത്. നമ്മൾ സീസൺ പ്രീമിയറിൽ 2 എപ്പിസോഡുള്ള പോലെ സീസൺ ഫിനാലെ 2 എപ്പിസോഡുകളാണ്. എപ്പിസോഡ് 9 ഹീറോ ഓർ മെനേസ്. അഫ്കോഴ്സ് ഇതറിയാം, നമ്മൾ ഒരുപാട് സ്പൈഡർമാൻ ഇപ്പോൾ നോവേ ഹോമിലും ഫാർ ഫ്രം ഹോമിൻ്റെ അവസാനത്തിൻ്റെ കണ്ടതാണ്. സ്പൈഡർമാൻ ഹീറോ ആണോ മെനേസ് ആണോ, അതായത് ഇത് ഒരു ഹീറോ ആണോ അല്ലെങ്കിൽ എന്താ പറയുക നായകനാണോ അല്ലെങ്കിൽ പ്രശ്നക്കാരനാണോ എന്നുള്ളത്. സോ എനിക്കൊന്നും ഇതിൽ ജെ ജോണ ജെയിംസിനൊക്കെ ഉണ്ടാവണം. അത് നമ്മുടെ എന്താ പറയുക ആ ഒരു ആക്ടറൊക്കെ തന്നെയാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. സോ ആദ്യം എന്തെങ്കിലും പ്രശ്നങ്ങൾ പീറ്റർ പാർക്കറിന് സ്പൈഡർമാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അത് അങ്ങനെ ആവുന്നതാവാം ചിലപ്പോൾ. എപ്പിസോഡ് 10 അഥവാ ലാസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഇഫ് ദിസ് ബി മൈ ഡെസ്റ്റിനി എന്നാണ് ഈ എപ്പിസോഡിൻ്റെ പേര്. ഈ എപ്പിസോഡിൻ്റെ പേര് വന്നിട്ട് ഇങ്ങനെ വരുന്നത് എനിക്ക് തോന്നുന്നു പീറ്റർ പാർക്കറിൻ്റെ അവസാനം ആ ഒരു ഫിനാലെ ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷേ ഈ എപ്പിസോഡിൻ്റെ എല്ലാ ലിസ്റ്റ് അത് പുറത്തിറങ്ങിയത് 2025 ക്ലാസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടാണ്. സോ ആസ് ഐ മെൻഷൻഡ് ആൾ 15 വയസ്സുള്ള ഒരു പീറ്റർ പാർക്കറിനാണ് നമ്മൾ കാണുന്നത്. ഒരു ടീനേജ് പയ്യനായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. സോ എന്തായാലും പീറ്റർ പാർക്കറിൻ്റെ ഒരുപാട് അഡ്വഞ്ചേഴ്സും അതോടെ തന്നെ എന്താ പറയുക പീറ്റർ പാർക്കറിൻ്റെ മെയിനായിട്ട് ഒരു പവേഴ്സ് കിട്ടുന്നത് ഒരു ക്ലിപ്പ് ഓൾറെഡി റിലീസായിട്ടുണ്ട്. പീറ്റർ പാർക്കറിന് ബൈറ്റ് കിട്ടുന്നത്, സ്പൈഡർ ബൈറ്റ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഇത് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഏതൊരു സ്പൈഡർമാൻ ഫാനിനും അല്ലെങ്കിൽ കോമിക് ബുക്ക് ഫാനിനും ഒരു വളരെ നല്ലൊരു ട്രീറ്റ് തന്നെയായിരിക്കും. വാട്ട് ഇഫിൻ്റെ സീസൺ 3 ഒക്കെ കൊണ്ട് കുളമാക്കിയതുപോലെ അതെന്താ പറയുക, ഈ ഒരു MCU അല്ലെങ്കിൽ അടിപൊളിയായിരിക്കും. ഓഫ്കോഴ്സ് ഇതുവരെ അങ്ങനെ ഒരു MCU കണക്ഷനൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഓഫ്കോഴ്സ് ഇത് സ്പൈഡർമാൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് തന്നെ കംപ്ലീറ്റ്ലി ഇൻ ആൻഡ് ഔട്ട് പോകുന്നതായിരിക്കും. സോ എന്തൊക്കെയായിരുന്നാലും ഞാൻ ഈ ഒരു സംഭവത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ തന്നെയായാലും എന്തൊക്കെ സംഭവിച്ചിട്ടായാലും നമ്മൾ ഈ എല്ലാ 10 എപ്പിസോഡ്സിൻ്റെ ഫുൾ ബ്രേക്ക് ഡൗൺ വിത്ത് ഈസ്റ്റർ എഗ്സ് ചെയ്യുന്നതായിരിക്കും. അതെത്ര താമസിച്ചിട്ടായാലും ഈ ചാനൽ വരുന്നതായിരിക്കും. അതെനിക്ക് ഒരു ഇതാണ്, ഞാൻ ചെയ്തിരിക്കും. ഈ ഒരു 10 എപ്പിസോഡ്സിൻ്റെ സീസൺ 1 ഫുൾ ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരു എപ്പിസോഡ് ഇറങ്ങിയിട്ട് ആ ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവലായിട്ട് എവിടെയാണ് നമുക്ക് വീണ്ടും കിട്ടാം. അതിലേക്ക് സൈനിങ് ഔട്ട് ആൻഡ് യു വാച്ചിങ് സൂപ്പർ Damon, not on Super Heroes.